സ്റ്റാൻസ് എടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തൈസിലായിരിക്കണം റെസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്യാപ്പ് വരാൻ പാടില്ല, തൈസിൽ വേണം. ബാക്ക് ലെഫ്റ്റ്, ഈ ബാക്ക് ലിഫ്റ്റ് എടുക്കുമ്പോഴേ ഈ ഗ്യാപ്പ് വരാൻ പാടില്ല ബോഡിയിൽ. ബാറ്റ് എപ്പോഴും ബോഡിയോട് ചേർന്നിരിക്കും കേട്ടോ, ഒരിക്കലും ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, അടുത്തെന്താണ്? റൈറ്റ് ലെഗ് ബാക്ക് ആൻഡ് അക്രോസ്. യെസ്, വെരി ഗുഡ്. അപ്പോഴും ഗ്യാപ്പ് വന്നിട്ടില്ല കേട്ടോ, ക്ലോസ് ടു ദ ബോഡിയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ട് ലെഗ് ക്ലോസ് ടു ദ ബോഡി. ദെൻ ഹിറ്റ് ചെയ്യുമ്പോഴും നോക്കിക്കോളൂ. സി, ബോഡിയോട് അടുത്താണ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ ബോഡിയോട് അടുത്തിരിക്കുന്നത്? ഈ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ബോൾ ചിലപ്പോൾ ഇതിലേ പോകും. ഇവിടെ ആവുമ്പോ ക്ലോസ് ടു ദ ബോഡി, അവിടെ തടഞ്ഞു കേട്ടോ, ശ്രദ്ധിക്കണോ? സ്റ്റാൻസ്, ബാക്ക് ലെഗ്, ഗ്യാപ്പ് വരരുത്. ബാക്ക് ലെഗ് ബാക്ക് ആൻഡ് ക്രോസ്. എക്സലന്റ്. ഫ്രണ്ട് ലെഗ് ക്ലോസ്. ഹിറ്റ്. വാ, പെർഫെക്റ്റ് അല്ലേ? പിന്നെ കറക്റ്റ് ആയിരുന്നു. ഫ്രണ്ട് ഫുട്ട് ക്ലോസ് ആൻഡ് ഡ്രൈവ് കേട്ടോ. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കളിക്കുന്നത്. ഓക്കെ, സ്റ്റാൻസ്. ഓക്കെ, ബാക്ക് ലെഗ് ബാക്ക് ആൻഡ് അക്രോസ്. ഫ്രണ്ട് ഫുട്ട് ക്ലോസ്. ഹിറ്റ്. ഗുഡ്. Come on. No. Back leg back and across. Front foot close. Hit. Good. One more. Legs down. Good. Stand. Back leg back and across. Front foot close. Hit. Good. Back leg back and throw. Front foot go. Right. Back leg. Back foot back and throw. Front foot go. Right. എങ്ങോട്ട് അടിക്കണം? ഇന്നലെ ഉണ്ടായിരുന്നു. സ്റ്റാൻസ്. ബാക്ക് ലെഗ് ബാക്ക് ആൻഡ് അക്രോസ്. ഫ്രണ്ട് ഫുട്ട് ക്ലോസ്. ഹിറ്റ്. ഇങ്ങോട്ട്. സ്റ്റാൻസ്. ബാക്ക് ലെഗ് ബാക്ക് ആൻഡ് അക്രോസ്. ഫ്രണ്ട് ഫുട്ട് ക്ലോസ്. ഹിറ്റ്. ഗുഡ് ഷോട്ട്. ബാക്ക് ലെഗ് ബാക്ക് ആൻഡ് അക്രോസ്. ഫ്രണ്ട് ഫുട്ട് ക്ലോസ്. ഹിറ്റ്. Ball, lovely shot. Excellent, കേട്ടോ. No mistake. Dance. Very good. Brilliant. Lift. Back leg back and across. Front foot close. Hit. Ball, lovely. കുറച്ചും കൂടെ കുനിഞ്ഞ്. Back leg. Good. Back leg back and across. Front foot close. Hit. Okay. Back leg back and across. Front foot close and hit. Lovely, great. Okay, ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. Back leg back and across. Front foot close. Hit. ബാക്ക് ലെഗ് ഏതാണ്? നോ, ഏതാണ് അത്? ഫ്രണ്ട് ലെഗ്. ബാക്ക് ലെഗ് വെരി. അത് ഇനി എന്ത് ചെയ്യണം? ഫ്രണ്ട് ലെഗ് ക്ലോസ് ആയിട്ട് കൊണ്ട് ഇത്ര എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്ക് കേട്ടോ. നോട്ട് സ്റ്റാൻസ്. കുറച്ച് ഫ്രണ്ട് സ്റ്റാൻസ്. ഗ്രിപ്പ് back leg back and across. പിന്നെ ഫ്രണ്ട് ലെഗ് ക്ലോസ്. ബോൾ ഹിറ്റ് ചെയ്ത് ബോൾ എങ്ങനെ അടിക്കുന്നത്? നേരെ. ചെയ്യരുത്. Come on, stand. ഇങ്ങനെ അടിക്കും. അതവൻ തൊട്ടെടുത്തത്.
ഫ്രണ്ടിലേക്ക് ഇനി പവറിൽ അപ്പൊ ഇങ്ങനെയാണ് ബാക്കിലേക്ക് എടുക്കരുത് കേട്ടോ. നേരെ ഹിറ്റ് ചെയ്യണം. ഇങ്ങോട്ട് ലെഗ് സ്റ്റംപിന് ലെഗ് സ്റ്റംപ് back leg, back and across. Good, front leg close. പതുക്കെ hit ചെയ്ത്. Wow. Back leg and across. Front foot close. Hit. ഇങ്ങോട്ട്. കേട്ടോ, ball എടുത്ത്. Take the ball. Stand. കുറച്ചുകൂടെ ബാക്ക് ലെഫ്റ്റ് പൊക്കി അടിക്കും, അപ്പോൾ പവർ കിട്ടും. Right, stand. Okay, back leg. Back leg. Back and across. Front foot close. ഇങ്ങോട്ട് അടിക്കണം. Come on. Good. Wow. Back leg. Okay. Back leg. Back and across. Front foot close. Hit. ഇങ്ങോട്ട്. Stance തെറ്റിക്കില്ല. Good. Perfect stance. Back leg. Back leg, back and across. Front leg close. Hit. Wow. Shot. Correct. No. Correct. One more. Stand. Stand. Back leg. Back leg, back and across. Front foot close. Wait. Watch the ball. Hit. Wow. Good. Back leg. Back leg, back and across. Front foot close. Motor. Come on. Good shot. Good shot. ഗുഡ്. നെക്സ്റ്റ് ബോഡി ബാലൻസ് ആണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ, അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? എല്ലാവരും അങ്ങോട്ട് കളിക്കാൻ പറഞ്ഞാൽ ബാറ്റ് എങ്ങോട്ട് പോകുന്നു? അത് തീർച്ചയായും എപ്പോഴും ഏത് ഡയറക്ഷനിൽ നമ്മൾ കളിക്കണോ ആ ഡയറക്ഷനിൽ നിങ്ങളുടെ ബാറ്റിന്റെ ഫേസ് വരും. അത് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോളിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് പോകും. ക്ലിയർ ആണോ? തെറ്റിക്കുവോ? അതേമാതിരി ബേസിക് പഠിപ്പിച്ചാണ് ഗ്രിപ്പ് സ്റ്റാൻസ്. പലരും വീണ്ടും തെറ്റിക്കുകയാണ്. ഞാൻ അന്ന് എത്രയോ തവണ ചോദിച്ചു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആരും ചോദിക്കുന്നു. നിങ്ങൾ വന്ന് സ്റ്റാൻസ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. എപ്പോഴും ക്ലോസ് ടു ദ ബോഡി ആയിരിക്കണം, ഹെഡ് സ്റ്റഡി ആയിരിക്കണം. തെറ്റിക്കരുത്. ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ്, ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്, ബാക്ക് ഫുട്ട് ഡിഫൻസ്, ബാക്ക് ഫുട്ട് ഡ്രൈവ്. എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ? നിങ്ങൾ വീട്ടിൽ പോയാലും ഇവിടുന്ന് പോയിട്ട് ഒരു ബാറ്റ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്താ പഠിച്ചത്. എന്നാലേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇതെല്ലാം പഠിച്ചത് എന്താണ്? വെർട്ടിക്കൽ. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ഷോട്ട്സ്. ഹൊറിസോണ്ടൽ, ബാറ്റിന്റെ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് അടുത്തത്. അതിനൊരു സിമ്പിളായിട്ട് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുതരാം, നമുക്ക് നാളെ ചെയ്യാനുള്ളതാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും കാണാവോ? ക്ലിയർ? സ്റ്റാൻസ് എടുത്തു. എവിടെയാണ് സ്റ്റാൻസ് എടുക്കുന്നത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റാൻസ് എടുത്തു, ബാറ്റ് ലിഫ്റ്റ് എടുത്തു. ഇത് ഏത് ഷോട്ട് കളിക്കണമെങ്കിലും ഈ കാര്യങ്ങൾ മാറുള്ളൂ. സ്റ്റാൻസ്, ബാറ്റ് ലിഫ്റ്റ് മാറുമോ? വീണ്ടും ഫുൾ ഷോട്ട്, അതായത് ഫുൾ ഷോട്ട് എന്നാണ് പറയുന്നത്. ഫുൾ ഷോട്ട് കോൾഡ് ഹൊറിസോണ്ടൽ ഷോട്ട് കേട്ടോ. ആ ഹൊറിസോണ്ടൽ ഷോട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും നമ്മൾ ബാക്ക് ഫുട്ടിൽ കളിച്ച ബേസിക്സ്, ബാക്ക് ഫുട്ടിൽ കളിച്ച കാര്യം തന്നെ അല്ലേ. ഷോർട്ട് ബോളാണ് നമ്മൾ ഫുൾ ഷോട്ട് കളിക്കുന്നത്. ഷോർട്ട് ബോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്ക് ഫുട്ടിൽ കളിക്കുന്നത് അല്ലേ. അപ്പം അതേ ബോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുൾ ഷോട്ട് കളിക്കുന്നത്. അപ്പോൾ ഫുൾ ഷോട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സ്റ്റാൻസ്, ബാറ്റ് ലിഫ്റ്റ്, വീണ്ടും ബാക്ക് ലെഗ്, ബാക്ക് ആൻഡ് അക്രോസ്. കണ്ടോ? പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്ക് ലെഗ്, ബാക്ക് ആൻഡ് അക്രോസും നമ്മുടെ ഫ്രണ്ട് ടോ നമ്മൾ നേരെ, ഫ്രണ്ട് ടോ നേരെ. ബോള് നമ്മൾ ഇൻസൈഡാണ് എടുക്കുന്നത്, നേരെയാണ് എടുക്കുന്നത്. അപ്പം എൻ്റെ ബാറ്റ് ഇപ്പോഴും അവിടെ തന്നെയാണ്. എവിടെ? ബാറ്റ് ലിഫ്റ്റ്. അത് കഴിഞ്ഞാൽ ഞാൻ വന്ന് ഹൊറിസോണ്ടലായിട്ട് ബോളിനെ കളിക്കുന്നു.
വീണ്ടും ഹൊറിസോണ്ടലായിട്ടാണ് എൻ്റെ ബാറ്റ് വരുന്നത്. കണ്ടോ, ബോൾ ഏത് ഡയറക്ഷനിൽ ഏത് ഹൈറ്റിലാണോ വരുന്നത് ആ ഹൈറ്റിൽ നമ്മൾ ഈ എൽബോ വന്ന് നേരത്തെ മീറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്യും. കുറച്ച് ലേറ്റായിട്ട്, അത് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ലേറ്റായിട്ട് കളിക്കണമെങ്കിൽ ലേറ്റായിട്ട്. പക്ഷേ വീണ്ടും ഇതിൻ്റെ ഫേസ് ഓഫ് ദ ബാറ്റ് കേട്ടോ റോൾ ചെയ്യണം. എന്തിനാണ് റോൾ ചെയ്യുന്നത്? ആണോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. റോള് ചെയ്യുന്നില്ലെങ്കിൽ, ബാറ്റ് റോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് റോളിങ്. ആ റോള് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഞാൻ അടിക്കുമ്പോൾ ബോൾ എങ്ങനെ പോകും? ക്യാച്ചും എയറിൽ പോകും. അതേസമയം ഞാൻ ബാറ്റ് റോൾ ചെയ്യുകയാണെങ്കിലോ ക്യാച്ച് ആവില്ല, പിച്ച്. ക്ലിയർ? ആര് ചോദിച്ചാലും പറയണം എന്തിനാണ് ബാറ്റ് റോൾ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നാളെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഗുഡ്, വെൽ ഡൺ. താങ്ക് യു സാർ. കളിക്ക് നോക്കിക്കേ. Back left, back leg, back and across, front foot close, hit. കാല് toe നോക്ക്. ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതി, ഇത്ര വന്നാൽ മതി. ഈ അടിപ്പിക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ബാലൻസ്. Back left, back leg, back and across, front foot close, hit. Wow, lovely shot. നമ്മുടെ വിക്കറ്റ് കവർ ചെയ്ത്